ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മുഖിൻ പെരുവല്ലൂർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ടാറ്റ PV ആൻഡ് ടാറ്റ നെക്സോൺ. അതെ, ടാറ്റ PVയും ടാറ്റ നെക്സോണാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രണ്ട് വാഹനങ്ങൾ. ഈ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ബാറ്ററിയിലും ഒന്ന് പെട്രോളിലുമാണ്. അപ്പോൾ എന്താ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റ ഇപ്പോൾ ഒരു സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7-in-7. എന്താണ് 7-in-7? 7 വർഷം കൊണ്ട് 7 ലക്ഷം ടാറ്റ നെക്സോണുകൾ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 7 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ടാവും. പക്ഷേ ആ സെലിബ്രേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടാറ്റ. എത്ര പെട്ടെന്നാണ് ആ സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റാണ് ടാറ്റ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ 7 വർഷത്തിനുള്ളിൽ 7 ലക്ഷം വെഹിക്കിൾ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡൽ, ഒരു ജനപ്രിയ മോഡലാവുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന മോഡലാണ്. അപ്പോൾ ഈ ടാറ്റ നെക്സോണും ടാറ്റ നെക്സോൺ EV വളരെയധികം ജനങ്ങളിലേക്ക് എത്തി. EV ഇപ്പോൾ തന്നെ 1 ലക്ഷം വെഹിക്കിൾ വിറ്റ് കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റ നെക്സോണെ പോലെ തന്നെ ടാറ്റ നെക്സോൺ EVയും ജനങ്ങൾക്ക് പ്രിയങ്കരമായ ഒരു മോഡലാണ്. അപ്പോൾ ഈ വാഹനത്തിന് എന്തൊക്കെ സവിശേഷതകൾ, എന്തൊക്കെ ആക്സസറീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. നമുക്കിത് ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ഓൾറെഡി അലോയ് വീലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ നമുക്ക് അലോയ് വീൽ ഓൾറെഡി ഉണ്ട്, സൈഡ് പ്രൊഫൈലിൽ അലോയ് വീലുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ വിൻഡോ ഫ്രെയിം കിറ്റ് ചെയ്യാം, അതുപോലെ ബോഡി സൈഡ് മോൾഡിങ് ചെയ്യാം, പിന്നെ റൂഫ് റെയിൽ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എന്താ പറയുക, ഫോഗ് ലാമ്പിൻ്റെ ക്രോമ്, പിന്നെ അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ക്രോം ബോഡി കളറാണ് ഇതിന് ഡോർ ഹാൻഡിൽ വരുന്നത്. ഡോർ ഹാൻഡിൽ ക്രോം ചെയ്യണമെങ്കിൽ ഡോർ ഹാൻഡിൽ ക്രോം ചെയ്യാം. അത് പിന്നെ ഡോർ വൈസർ ക്രോം ഉണ്ട്, ഡോർ വൈസർ ക്രോം ചെയ്യണമെങ്കിൽ ഡോർ വൈസർ ക്രോം ചെയ്യാം. എനിക്ക് എപ്പോഴും ടാറ്റ വാഹനങ്ങളിൽ തുറന്ന് നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ സ്റ്റിയറിംഗ് വീലിൻ്റെ നടുക്കിൽ TFT ഡിസ്പ്ലേയിൽ ടാറ്റയുടെ എംബ്ലം വരുന്നതാണ് എനിക്ക് എപ്പോഴും കാണുമ്പോഴും ഭംഗിയായി തോന്നുന്നത്. പിന്നെ ടാറ്റയിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് എല്ലാം വെൻറ്റിലേറ്റഡ് സീറ്റ്സാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന 2 മോഡൽസിലും വെൻറ്റിലേറ്റഡ് സീറ്റാണ്. അപ്പോൾ എല്ലാം കൊണ്ടും കിടുക്കാച്ചി തന്നെയാണ് ടാറ്റ അല്ലേ. സേഫ്റ്റിയുടെ കാര്യം നോക്കിയാലും ഗ്ലോബൽ NCAPൽ ടാറ്റയ്ക്ക് 4 സ്റ്റാറാണ് നെക്സോണിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സേഫ്റ്റി നോക്കിയാലും വണ്ടിയുടെ പെർഫോമൻസ് നോക്കിയാലും എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന വാഹനം തന്നെയാണ് ടാറ്റ നെക്സോൺ. അപ്പോൾ ടാറ്റ നെക്സോണിൻ്റെ ഈ വീഡിയോയിൽ നമുക്ക് ഇനി വേറെ എന്തൊക്കെയാണ് നമുക്ക് ആക്സസറീസ്. എനിക്ക് ഈ സീറ്റ് കണ്ടില്ലേ, വെൻറ്റിലേറ്റഡ് സീറ്റാണ്, അതിൻ്റെ സ്വിച്ച് ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് ഈ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ മറ്റ് വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങളിലൊന്നും, പ്രത്യേകിച്ച് മറ്റ് വാഹന നിർമ്മാതാക്കളിൽ നിന്നൊന്നും പറയുന്നില്ല, ഞാൻ മാരുതിയുടെ വീഡിയോ ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. മാരുതിയിൽ ഞാൻ വെൻറ്റിലേറ്റഡ് സീറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഏത് വാഹനത്തിലാണെന്നൊന്നും ഞാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെയ്ത വീഡിയോസിൽ വീഡിയോയിലും വെൻറ്റിലേറ്റഡ് സീറ്റുള്ളൊരു വാഹനം ഞാൻ ചെയ്തിട്ടില്ല മാരുതിയിൽ. ഇനി മറ്റുള്ള വാഹന നിർമ്മാതാക്കളിൽ വരണ്ടോയെന്ന് തോന്നുന്നുണ്ട്. വരുന്നുണ്ടാവും, എന്തായാലും വരാതിരിക്കില്ല. എന്തായാലും ഹൈ പോഷ് വാഹനങ്ങളിലെല്ലാം എന്തായാലും വരുന്നുണ്ടാവും. പക്ഷേ ഞാൻ മാരുതിയിൽ കണ്ടിട്ടില്ല. അതൊരു നഗ്നസത്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ടാറ്റയിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോകുമ്പോഴും വാഹനത്തിൽ എത്ര AC ഇട്ടാലും ഫുള്ളിലിട്ടാലും നമ്മുടെ പുറം ഭാഗമൊക്കെ വിയർക്കും. ആ വിയർപ്പില്ലാതാക്കാൻ ഈ വെൻറ്റിലേറ്റഡ് സീറ്റ് നല്ലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ. ഒരു കാറ്റടിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. അപ്പോൾ അതൊക്കെയുണ്ട് വലിയ കാര്യങ്ങൾ എനിക്കായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൽ നമ്മൾ സ്റ്റിയറിംഗ് വീൽ കവർ, ടാറ്റയുടെ വണ്ടികളിൽ എല്ലാം തന്നെ സ്റ്റിയറിംഗ് വീൽ റാപ്പിംഗ് വരുന്നുണ്ട്. പിന്നെ അത് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽ കവർ 625 രൂപയുള്ള സ്റ്റിയറിംഗ് വീൽ യൂണിവേഴ്സൽ കവറാണ്. അത് വേണമെങ്കിൽ മേടിച്ചിടാം. ചിലവർക്ക് ഗ്രിപ്പ് വേണമെന്ന് തോന്നും. ഈ നമ്മുടെ ലെതർ റാപ്പിങ്ങിന് മുകളിൽ ഗ്രിപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഗ്രിപ്പ് ഇടാം. 625 രൂപയാണ് ആ ഗ്രിപ്പിന് വരുന്നത്. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് ഡാഷ് ക്യാമാണ്. ഡാഷ് ക്യാം ബ്ലോ പങ്ക്റ്റിൻ്റെയാണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ റെക്കോർഡിങ്ങിൽ 9400 വരുന്നത്. അപ്പോൾ ഡാഷ് ക്യാം ഒരു കിട്ടു സംഭവമാണ്. ബ്ലോ പങ്ക്റ്റാണ്, മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്താമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ലൈവ് മീഡിയ PLR വേണ്ടി മുഖിൻ പെരുവല്ലൂർ.